യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ ഈ ദിവസം ദൈവസന്നിധിയിലായിരിക്കുവാണ്. ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളെ സ്വീകരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരു പരിധിവരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ചിലപ്പോൾ മറുപടി തിരിച്ചായിരിക്കും, അത്ര സന്തോഷമൊന്നുമില്ല, അങ്ങനെ അങ്ങ് പോകുന്നു എന്നൊക്കെ ആയിരിക്കും പറയുന്നേ. സാരമില്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടായിക്കൊള്ളും. രാവും പകലും പോലെ മാറ്റങ്ങൾ ഉണ്ടാകും. എന്നും ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ എന്ന് വിധി പറയണ്ട, നല്ലത് വരും. ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ചില പ്രാർത്ഥനാവശ്യങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ജീവിതത്തിൽ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, വേദനകൾ ചുമക്കുന്നവരുണ്ട്, ഒറ്റപ്പെടലിൻ്റെ തീച്ചൂളയിൽ കിടക്കുന്നവരുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, തിരിഞ്ഞു കിടക്കാനും മറിഞ്ഞു കിടക്കാനും പോലും പറ്റാത്തവരുണ്ട്. നട്ടലിന് വേദന, കഠിനമായ വേദന അനുഭവിക്കുന്നവരുണ്ട്. ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, ശരീരത്തിൽ വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ്. അവരുടെ മേൽ സൗഖ്യമുണ്ടാകണമേ. കുടുംബജീവിതത്തിലെ ചില വിഷമങ്ങൾ പേറുന്നവരുണ്ട്. കർത്താവെ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാശിയും ദേഷ്യവും പിണക്കവുമായി കഴിയുന്നവരുണ്ട്. കാര്യമുള്ളതിനും കാര്യമില്ലാത്തതിനും അധികമായ വാശിയും ദേഷ്യവും പിണക്കവും വൈരാഗ്യവുമായി കഴിയുന്നവരുണ്ട്. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ അവരെയൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുവാണ്. അവരുടെ ജീവിതത്തിൽ കറയായും കരിയായിട്ടുള്ളതും മാറട്ടെ, നന്മയുണ്ടാകട്ടെ, തെളിഞ്ഞൊരു മനസ്സുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ കൂടാതെ ഒരു സൗഖ്യം ലഭിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യവും വിടുതലും ഓരോരുത്തർക്കും ലഭിക്കട്ടെ, വചനത്തിലൂടെ ലഭിക്കട്ടെ. പ്രതീക്ഷയോടെ നമുക്കിന്ന് വചനത്തെ കേൾക്കാം. പ്രാർത്ഥിക്കുവാൻ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 17-ാമത്തെ വാക്യം. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. 4 ദിവസമായെന്ന്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഈ 11-ാം അധ്യായം പരിശോധിച്ചാലേ ഒരു കാര്യം മനസ്സിലാകും. ലാസർ യേശുവിൻ്റെ സ്നേഹിതനാണ്, പ്രിയപ്പെട്ട ആളുകളാണ്. ലാസർ രോഗമായി എന്ന് പറയുവാൻ ആളുകളെ അങ്ങോട്ട് അയച്ചിരുന്നു. യേശു മറുപടി പറഞ്ഞായിരുന്നു, രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്, അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ലാസർ മരിച്ചു. മരിച്ചതിന് 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. ശരിക്കും അങ്ങനെയൊക്കെയുള്ള ചില അനുഭവം വരുമ്പോൾ നമുക്ക് തോന്നും, പ്രാർത്ഥിച്ചതൊക്കെ വെറുതെ ആയോ? എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിച്ചത്? ഒരനുഗ്രഹം ഉണ്ടായില്ലല്ലോ, ഒരു നന്മയും വെളിപ്പെട്ടില്ലല്ലോ, ഒന്നും നടന്നില്ലല്ലോ. ഇങ്ങനൊന്നും പ്രാർത്ഥിക്കണ്ടായിരുന്നു. പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടാത്ത 3 ദിവസം നമുക്ക് ഭയങ്കര ഭാരമാണ്, ടെൻഷനാണ്. പ്രാർത്ഥിച്ച് നമ്മളൊരു മണ്ടനായി പോയോ എന്ന് നമുക്ക് തന്നെ തോന്നും. പ്രാർത്ഥിച്ച് നമ്മളൊരു പരാജയമായി പോയല്ലോ, പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്നൊക്കെ നമുക്ക് 1000 വട്ടം മനസ്സിൽ തോന്നും. പക്ഷെ പറയാനും വിധിക്കാനും ഒക്കെ വരട്ടെ, അത്ഭുതം നടക്കുന്ന ഒരു 4-ാം ദിവസമുണ്ട് അപ്പുറത്ത്. അടയാളം സംഭവിച്ച ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെട്ട ഒരു 4-ാം ദിവസമുണ്ട്. ആ 3 ദിവസം ഒന്നും നടന്നില്ല, ശരിയാണ്. പ്രാർത്ഥിച്ചിട്ടൊന്നും ഇതുവരെ നടന്നില്ല, പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം ശരിയായില്ല. പ്രശ്നങ്ങൾ ഓരോന്ന് കൂടുവല്ലാതെ ഒന്നൊന്ന് കുറയുന്നില്ല.
എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ, മനുഷ്യരല്ലേ, ചിന്തിച്ചു പോകും. പ്രാർത്ഥിക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോവും. ഇങ്ങനെ എന്തിനാ വചനം കേട്ടത്, ഇനി ഞാൻ ഈ വചനമൊന്നും കേൾക്കുന്നില്ല, ഈ പ്രാർത്ഥനയൊന്നും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇങ്ങനൊന്നും ഞാൻ ഒരു പരിപാടിക്കും ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. നമുക്ക് അങ്ങനെയൊക്കെ മനസ്സിൽ തോന്നിപ്പോകും. എന്തിന്? പക്ഷെ മറക്കരുത്, പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്ന ഒരു 4-ാം ദിവസമുണ്ട്. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവം നേരിട്ടിടപെടുന്ന ഒരു 4-ാം ദിവസമുണ്ട്. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി നടക്കുന്ന ഒരു 4-ാം ദിവസമുണ്ട്. ദൈവപുത്രൻ മഹത്വപ്പെടുന്ന ഒരു 4-ാം ദിവസമുണ്ട്. ദൈവ സാന്നിധ്യത്തിന്റെ തെളിച്ചം കൂടുന്ന ഒരു 4-ാം ദിവസമുണ്ട്. 3 ദിവസം ഒന്നും നടന്നില്ലേലും, ഇത്രയും നാൾ ഒന്നും നടന്നില്ലേലും ഭയപ്പെടുകയോ വിഷമിക്കുകയോ നിരാശപ്പെടുകയോ വേണ്ട കേട്ടോ. ആരായാലും ചിലപ്പോ ഒന്നും വേറെ രീതിയിൽ ചിന്തിച്ചു പോകും ആരായാലും. കാരണം നമ്മുടെ ചിന്തകൾ അങ്ങനെയല്ലേ. എങ്കിലും ഒരു കാര്യം ഓർത്തുകൊള്ളുക, ദൈവത്തോട് ബന്ധമുള്ള നീ ഒരു പരാജയമായി പോയെന്ന് ലോകം പറയാൻ ഇടവരില്ല. പ്രാർത്ഥിക്കുന്ന നീ പ്രാർത്ഥിച്ചൊരു വൻ പരാജയമായെന്ന് ഒരു മനുഷ്യനെ കൊണ്ടും പറയിപ്പിക്കാൻ ദൈവം ഇടവരത്തില്ല. പ്രാർത്ഥിക്കുന്ന നിനക്ക് ആദ്യ നാളുകളിൽ ചിലപ്പോൾ പ്രാർത്ഥനയുടെ ഉത്തരവൊന്നും ലഭിക്കുന്നില്ലല്ലോ എന്ന് സംശയവും ചിന്തയും വിശ്വാസക്കുറവും ഒക്കെ വരാം. അത്ഭുതം നടക്കുന്ന ഒരു 4-ാം ദിവസമുണ്ട്. മനസ്സിൻ്റെ ബുക്കിലെ, മനസ്സിൻ്റെ താളിൽ എഴുതി വെച്ചുകൊള്ളുക, ഉറപ്പിച്ചു വെച്ചുകൊള്ളുക. പ്രാർത്ഥിച്ച നിന്റെ ജീവിതത്തിൽ ദൈവം നേരിട്ടിടപെടുന്ന ഒരു ദിവസമുണ്ട്. പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രാർത്ഥിക്കുന്ന നിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ദൈവം ഇടപെടുന്ന ഒരു 4-ാം ദിവസമുണ്ട്. ഒരു അത്ഭുതം നടക്കുന്ന 4-ാം ദിവസം ഉണ്ടെന്നേ. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു 4-ാം ദിവസമുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന ഒരു 4-ാം ദിവസമുണ്ട്. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, ഞാനും ശരിക്കും ഇങ്ങനെയൊക്കെ തന്നെയാ പ്രാർത്ഥിച്ചൊക്കെ മടുത്തിരിക്കുവാണ്. എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്ക് തന്നെ പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. പല പ്രാവശ്യം മനസ്സ് മടുത്തു പോകും. ചിലപ്പോ നമുക്ക് തോന്നും ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന്, ഒരു മറുപടിയും കിട്ടുന്നില്ലല്ലോ എന്ന്. പ്രാർത്ഥിച്ചതൊക്കെ വെറുതെ ആയോ? പ്രാർത്ഥിച്ച പ്രാർത്ഥന വെറുതെ ആവില്ല. പ്രാർത്ഥിച്ച പ്രാർത്ഥനയോ ഒഴുക്കിയ കണ്ണുനീര് വെറുതെ ആകില്ല. ദൈവം നിന്നെ ഒരു അത്ഭുതമായി മാറ്റുന്നൊരു സമയമുണ്ട്. ഏത് പാതാളക്കുഴിയിൽ നിന്നാണേലും പൊക്കിയെടുത്ത് കൊണ്ടുവരാനുള്ള താക്കോലാകും ഈ വചനമൊക്കെ. ഏത് പ്രശ്നത്തിൽ ചീഞ്ഞു കിടക്കുവാണേലും, ഏത് പ്രതിസന്ധിയിൽ പെട്ടുകിടക്കുവാണേലും, എത്ര വലിയ വിഷയമായിക്കോട്ടെ, എത്ര വലിയ ശത്രുവായിക്കോട്ടെ, എത്ര വലിയ വെല്ലുവിളി ആയിക്കോട്ടെ, അവിടെ നിന്ന് നിന്നെ പൂർണ്ണ ആരോഗ്യത്തോടെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് പറ്റും, ദൈവത്തിൻ്റെ ശക്തിക്ക് പറ്റും. പ്രാർത്ഥിക്കാം. ഈ കേട്ട വചനത്തിലൂടെ അത്ഭുതം നടക്കുന്ന ഒരു 4-ാം ദിവസം ലാസറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ, ആ വീട്ടിലുണ്ടായതുപോലെ എൻ്റെ ജീവിതത്തിലും ഉണ്ടെന്ന് വിശ്വസിക്കുക. എൻ്റെ കുടുംബത്തിലും ഉണ്ട്. എൻ്റെ നിയോഗത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുന്ന ഒരു 4-ാം ദിവസമുണ്ട്. ദൈവത്തിൻ്റെ വലിയ ദൈവപ്രവൃത്തി നടക്കുന്ന ഒരു 4-ാം ദിവസമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്ന് 9 മണിക്ക് പ്രാർത്ഥനകൾ ആരംഭിക്കും. 9:30 കൗൺസിലിംഗ്, ഒപ്പം ദിവ്യകാരുണ്യ കൗൺസിലിങ്ങും ആരംഭിക്കും. ഈ മാസം തൊട്ടുള്ള ഒരു ശുശ്രൂഷയുടെ ഭാഗമാണ് ദിവ്യകാരുണ്യ കൗൺസിലിംഗ്. ധാരാളം ആളുകൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, അനുഗ്രഹമാകുന്നുണ്ട്. അതിനിച്ചിരി ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. ചില പ്രാർത്ഥിച്ചൊരുങ്ങാനൊക്കെ ഉണ്ട്. വേഗം പോയി കൗൺസിലിംഗ് നടത്തുന്നില്ല. അതിന് ചില ഒരുക്കങ്ങളും ചില പ്രൊസീജിയറുകളുണ്ട്. പ്രാർത്ഥിച്ചൊരുങ്ങി ചെയ്യേണ്ട ഒരു വലിയ കാര്യമാണ്. ദിവ്യകാരുണ്യ കൗൺസിലിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഈ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ ഉണ്ട്. അതോടൊപ്പം ഈ വ്യാഴാഴ്ച ഇന്ന് വൈകുന്നേരം വിശുദ്ധ യൂദാശ്ലീഹായുടെ നൊവേന അനുഗ്രഹ റിട്രീറ്റ് സെൻ്റർ എന്ന യൂട്യൂബ് ചാനൽ വൈകുന്നേരം 6:15 സാധിക്കുന്നവരെല്ലാം അതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക. ഒരത്ഭുതം നിനക്ക് ലഭിക്കും. 9:30 മണി മുതൽ കൗൺസിലിംഗ് ആരംഭിക്കും ഇവിടെ വ്യാഴാഴ്ച ഇന്ന്. അതിനുശേഷം കൗൺസിലിങ്ങിന് ശേഷം പ്രാർത്ഥന തുടരുന്നു. ഉച്ചയോടുകൂടി നൊവേന ചൊല്ലി വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച് ശുശ്രൂഷകൾ ആരംഭിക്കും. വെള്ളിയാഴ്ച 2 മണിക്ക് ശുശ്രൂഷകൾ അവസാനിക്കും. ഒരനുഗ്രഹമായി മാറട്ടെ, ഒരത്ഭുതമായി മാറട്ടെ, ദൈവപ്രവൃത്തിക്ക് കാരണമാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ.
നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെ സംരക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും തരട്ടെ. നല്ലൊരു ഭവനം ഉണ്ടാകട്ടെ, നല്ലൊരു ജീവിതം നിനക്കുണ്ടാകട്ടെ, നല്ല അനുഗ്രഹമുള്ളൊരു തലമുറ വളർന്നു വരട്ടെ. ഒരാൾക്കും ഒരു ദോഷവും വരാൻ പാടില്ല, ഒരു തിന്മയും വരില്ല, ഒരു അനർത്ഥവും വരത്തില്ല. നീ അനുഗ്രഹിക്കപ്പെടും, നീ രക്ഷിക്കപ്പെടും. നിനക്കൊരു നല്ല ജീവിതമുണ്ട്, നിനക്കൊരു നല്ല കാലമുണ്ട്. നിൻ്റെ കുടുംബം സമൂഹത്തിൽ, ദേശത്ത് ഉയർന്നു നിൽക്കുന്നൊരു സമയമുണ്ട്. നിൻ്റെ പ്രതിസന്ധികൾ മാറും. അത്ഭുതം നടക്കുന്ന ഒരു 4-ാം ദിവസം നിൻ്റെ ജീവിതത്തിലുമുണ്ട്. ദൈവമഹത്വം വെളിപ്പെടുന്ന ഒരു 4-ാം ദിവസം സഹോദര, സഹോദരി, പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നല്ലതായി വരട്ടെ, എല്ലാം സാക്ഷ്യമായി തീരട്ടെ. പ്രാർത്ഥിക്കുന്നു. നാളെയും 5:30 കാണുന്നത് വരെ ഉള്ളംകൈയിൽ എന്ന പോലെ തന്നെ നിങ്ങളെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം സൂക്ഷിക്കട്ടെ. ആമേൻ.